തുണിയില്ലാണ്ട് കറങ്ങുന്നത്. എന്റെ പൊന്നളിയാ, സത്യം പറയാലോ എന്റെ കിളി പറഞ്ഞു. രാവിലെ നോക്കിയപ്പോ ചേട്ടൻ കിളിയും പറഞ്ഞു. സംഭവം എന്തോന്ന് വെച്ചാല്, രാവിലെ കോളുണ്ടായിരുന്നു, എന്റെ ഓഫീസിന്റെ കോള്. സാധാരണ എപ്പോഴും ഞാൻ ഈ ലാപ്ടോപ്പ് ഓണാക്കി വെച്ചിട്ട് ക്യാമറയും നമ്മൾ ഓണാക്കി വെച്ച് കട്ടൊക്കെ ഇട്ട് നിൽക്കാനാണെന്നുണ്ടെങ്കിലും കോട്ട് വിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് പണ്ടാരം എനിക്ക് കോഴിക്കോട് പോകണം, രാത്രി അവിടെ എത്തണം. അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മൊബൈലിൽ ലോഗിൻ ചെയ്തു. എന്നിട്ട് മൊബൈലിൽ ഞാൻ ക്യാമറ ഓഫ് ചെയ്ത് സൗണ്ട് ഓഫ് ചെയ്ത് വെച്ച്. 10-40 പേരുണ്ട് ഞങ്ങളുടെ ഓഫീസിന്റെ ബോർഡ് റൂമിലാണ് ഈ പരിപാടി നടക്കുന്നത്. ബോർഡ് റൂമിൽ വലിയ സ്ക്രീനാണ്, വലിയ ബോർഡ് റൂം. അവിടെ തന്നെ 20 പേര് ഇരിപ്പുണ്ട്. പിന്നെ അല്ലാതെ ഇന്ത്യയിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം ഉള്ള ബാക്കി 10-20 പേരുണ്ട്, എന്നെ പോലെയുള്ള പല പല സ്ഥലങ്ങൾ. ഇതെല്ലാം ലോഗിൻ ചെയ്യുന്ന കോളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് കുളിക്കുകയും വേണം. ഇത് കോളും നടക്കുന്നുണ്ട്, ഇതിൻ്റെ ഇടയിൽ കൂടെ ഇതെല്ലാം ചെയ്യാമെന്നും പറഞ്ഞ് ഞാൻ ഈ സാധനം വെച്ചിട്ട് ഞാൻ പല്ലി വെച്ച് ഞാൻ കുളിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ കോള് കഴിയാറായി. അപ്പോൾ അതുവരെയും കുഴപ്പമില്ല, എനിക്കറിയാം, നമുക്ക് ബോധമുണ്ടല്ലോ ക്യാമറ ഓഫ് ചെയ്ത് വെക്കണം എന്നുള്ളത്. ഈ പുല്ല് ഞാനൊന്ന് മുഖം കഴുകിയിട്ട് ഈ ഒരു തുള്ളി നായടമൺ വെള്ളം വന്ന് വീണത് ക്യാമറയുടെ ഇതിൽ. എന്റെ പൊന്നളിയാ, ഈ സാധനം വെച്ച് ഞാൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുവാ. ഞാൻ ഇനി ഞാൻ സത്യം പറയാം, ഞാൻ ആക്ച്വലി ടവലുള്ള തോളി ഇട്ടേക്കുവാ. ഞാൻ മുഖം തുടച്ചിട്ട് തോളി ഇട്ട്. അപ്പൊ ഇത് തീർന്നത് കൊണ്ട് ഞാൻ മുഖം ഒന്ന് കഴുകിക്കൊണ്ട് നിന്നിട്ടാണ് ഞാൻ ഇറങ്ങി. ടവല് തോളി കിടക്കുന്നത്. ഫ്രണ്ടിൽ വലിയൊരു കണ്ണാടി ഇരിപ്പുണ്ട് നമ്മുടെ. ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് ഞാനിതങ്ങാട്ട് കൊണ്ട് ഇതും കൊണ്ട് ഇറങ്ങി. എന്തായാലും സാധനം ഇറങ്ങി കബോർഡിന്റെ സൈഡിൽ കൊണ്ട് വെച്ചിട്ട് ഞാൻ തോർത്തു കൊടുക്കുന്ന സമയത്ത് നോക്കുമ്പോൾ എനിക്കൊരു കോള് വരുന്നു. അപ്പം നമ്മുടെ ഇതിലുള്ള തന്നെ മുംബൈയിലുള്ള ഒരു പയ്യനാണ് വിളിക്കുന്നത്. നമ്മുടെ സൂം കോള് തീരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നതിനിടെ ഞാൻ പോട്ട് പുല്ല് പിന്നെ എന്തായാലും അത് തീരാറായി, അവർ എൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇവൻ്റെ കോൾ എടുത്തു. ഞാൻ പറയാം പറ ഭായി എന്ന് പറഞ്ഞു, ബോൾ ഭായി എന്ന് പറയാം. ഞാൻ പറയാം ഭായി ക്യാമറ ബങ്കർ. ക്യാമറ ബങ്കർ. ഞാൻ പറയാം എന്ത് പറ്റിയപ്പോ പറയൂ നങ്ക ഗൂമറേ, തുണിയില്ലാണ്ട് കറങ്ങുന്നത്. എന്റെ പൊന്നളിയാ, സത്യം പറയാലോ എന്റെ കിളി പറഞ്ഞു. ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞൂടാ, ഞാൻ ആ സമയത്ത് അനുഭവിച്ച ഒരു ടെൻഷൻ. ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ ഞാൻ ഇപ്പം റിസൈൻ ഇടും. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഈ മൊത്തത്തിൽ ഇവർക്ക് അപ്പോളജി മെയിൽ അയക്കണം. ഇത് ക്യാമറ ഓണായിരുന്നു, എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇവൻ പറയുന്നത് നീ തുണിയില്ലാണ്ട് ഇറങ്ങും. സത്യത്തിൽ ഞാൻ തുണിയില്ലാണ്ട് ഇറങ്ങും. എന്നിട്ട് ഇവനാണെങ്കിൽ ഞാൻ പറയും ഭായ് യാർ ഞാൻ ക്യാ കറൂ. ഞാൻ ആക്ച്വലി ആകെ ടെൻഷനായി. സത്യം പറഞ്ഞാൽ ഞാൻ ടെൻഷനായി. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്ക് ഭായ്, ഞാൻ എന്ത് ചെയ്യും. അപ്പൊ ഇവനാണെന്നുണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ എനിക്ക് ഇവൻ്റെ അടുത്തുള്ള എടാ എന്തെങ്കിലും പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ എൻ്റെ ബോസ് ഇരിപ്പുണ്ട്. ബോസിന്റെ ബോസ് ഇരിപ്പുണ്ട്. പുള്ളി പറയുന്നുണ്ടായിരുന്നു നിഖിൽ എന്നെന്തോ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് കോള് കട്ട് ചെയ്തതെന്ന് പറഞ്ഞു. എൻ്റെ കിളി പറഞ്ഞു ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു എനിക്ക് ഒരു പിടിയില്ല. എനിക്കങ്ങ് ടെൻഷനായി. ഇവൻ കട്ട് ശരി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 2 പേരെ മെസ്സേജ് ഇതിൽ പ്ലീസ് ടേൺ ഓഫ് യുവർ ക്യാമറ എന്ന് പറഞ്ഞ് 2 പേരെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള 2 പേരെ മെസ്സേജും കിടക്കുന്നു. ഞാൻ ആ മെസ്സേജ് അയച്ചതിൽ ഒരുത്തനെ വിളിച്ച് അവൻ ഫോൺ എടുക്കുന്നില്ല. ഞാൻ വിചാരിച്ചു തീർന്നു എല്ലാം കൂടെ എന്തോ എൻ്റെ പണി പോണതിലല്ലേ. ഞാൻ റിസൈൻ ഇടാൻ തയ്യാറ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയും വലിയ സ്ക്രീനിൽ ഞാനിങ്ങനെ നിൽക്കുന്ന ഒരു സീൻ. എന്റെ അളിയ എന്റെ കിളി പറന്ന് ഞാനങ്ങ് തകർന്ന് തരിപ്പണം എന്ന് പറയുന്ന വെച്ചാൽ ഞാനങ്ങ് എങ്ങനെയെങ്കിലും ഫ്ലാറ്റിൽ നിൽക്കുന്നത് പുറർന്ന് ഞാനങ്ങ് ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നു. എന്നിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് ഇവനെ ഞാൻ തിരിച്ചു വിളിച്ചു. മറ്റേ പറഞ്ഞ് വിളിച്ചിട്ട് എനിക്കൊന്നും അറിയണമല്ലോ നീ എന്തൊക്കെ. അങ്ങനെ ഞാൻ ഇവരെ ഞാൻ പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഞാൻ ആ ഒരു സമയത്ത് നിന്ന് ആ ഒരു ടെൻഷനും ആ ഒരു അവസ്ഥയും. അങ്ങനെ ഞാൻ ഇവനെ തിരിച്ചു വിളിച്ചപ്പോൾ ഇവൻ പറയാം ആ ബൈ. ഞാൻ പറയാം എടാ ഞാൻ വിളിച്ചിട്ട് അവരെ ആരും ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നും പറഞ്ഞാൽ അവൻ പിന്നെ ഞാൻ പറയടാ ഞാൻ ചോദിച്ചു ബൈ സത്യം പറ നീ എന്തൊക്കെയാ കണ്ടേ? അപ്പൊ എന്തോ കണ്ടേ? അപ്പൊ ഇവ എൻ്റെ അടുത്ത് പറയാണ് നിന്റെ ടവലല്ലടിയാ, നിന്റെ മുടിയൊക്കെ അലങ്കോലമായി കിടക്കുന്നു, നീ ഷർട്ടൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നു. അപ്പൊ എനിക്ക് സംഭവം മനസ്സിലായി, സംഭവം ഓണായത് ഫ്രണ്ട് ക്യാമറയാ. ഞാൻ ആലോചിക്കുക കാര്യം, ഞാൻ ഒന്നീ ഫ്രണ്ടിലെല്ലാം വലിയൊരു കണ്ണാടിയുണ്ട്. ഇവൻ നങ്കാ ബൂമറ തുണിയില്ലാണ്ട് നടക്കുന്നതാണ് ഇവൻ പറയുന്നത്. ഇവൻ ഉദ്ദേശിച്ച ഷർട്ടില്ല, മുടിയൊക്കെ ഒരുമാതിരി ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നളിയാ ഇത്രയും അത് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അതും കുഴപ്പമാണ്. പക്ഷെ എന്നിരുന്നാലും മറ്റേത്
അങ്ങനെ ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞടാ അങ്ങനെ ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞു അറിയാ അത്രയല്ലേ ഉള്ളൂ, നീ ഫ്രണ്ട് ക്യാമറ അല്ലേ കണ്ടപ്പോൾ ഇതല്ലേ കണ്ടോളൂ. അത് അപ്പം പറഞ്ഞ അവൻ ഇന്നടെ പറയുന്നുണ്ട് നീ എന്തെങ്കിലും പറഞ്ഞു, നീ വാഷ്റൂമിൽ പോയതാണെന്ന് പെട്ടെന്ന് ലൂസ് മോഷൻ ആയിരുന്നു പറയുന്നതൊക്കെ ഇപ്പം പറയുന്നത്. അപ്പം പറഞ്ഞടാ ഇത് ഇങ്ങനെ സംഭവം എന്ന് വെച്ചാൽ നീ അത്രയല്ലേ കണ്ടോളൂ. എന്നിട്ട് ഞാൻ പറഞ്ഞടാ നീ വേറൊന്നും കണ്ടില്ല, കാര്യം ഞാൻ ഒന്നുമുണ്ട് എന്ന് ഇവൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഇവന്റെ അടുത്ത് അപ്പോഴാണ് പിന്നെ അവന്റെ മാറി. എന്നിട്ട് എടാ അതായിരുന്നു വാസ്തവം അങ്ങനെയൊന്നും. അപ്പൊ പറഞ്ഞു ഇല്ല ഭായി ഇത്രയും കണ്ടോളൂ. ഞാൻ പറഞ്ഞു പോളാ. ഞാൻ നേരെ ബോസിനെ വിളിച്ചു. ഞാൻ പറഞ്ഞു സാർ വിളിച്ചപ്പോ പുള്ളി യെസ് നിഖിൽ ടെൽ മീ. അപ്പോഴെനിക്ക് മനസ്സിലാവും പുള്ളിയുടെ ശ്രദ്ധയിലധികം പെട്ടു. ഞാൻ പറഞ്ഞു സാർ വേറെ ഒന്നുമില്ല, ഞാൻ രാവിലെ എനിക്ക് ഇങ്ങനെ പോകണമെന്ന് ഞാൻ കോളിലും പറഞ്ഞായിരുന്നു, ഞാൻ ട്രാവലിങ്ങിലാണ്, ഇന്ന് ട്രാവലിങ്ങിലായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ കോള് തീരാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് എണീറ്റ് ഇത് ചെയ്തതാണ്. അതിൻ്റെ ഇടയിൽ ഇത് ഓണായി പോയതാണ് സാർ സോറി എന്ന് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. ആ ഒരു 2 മിനിറ്റ് സമയം ഞാൻ ചത്തു. അല്ല ചേട്ടൻ ഇത്രയും ടെൻഷൻ ആയിട്ട് വന്നിട്ട് ഞാൻ ചെന്ന് പറഞ്ഞു ചേട്ടൻ ആദ്യമായിട്ട് അങ്ങനെ കിളി പറഞ്ഞു ഞാൻ കാണുന്നു. സത്യം ഒന്ന് ആലോചിച്ച് നോക്കും. ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇറങ്ങി വന്ന് ബാക്ക് ക്യാമറ ആയിരിക്കും ഓൺ ആയിട്ടുള്ള. ഇന്നത്തെ സമയം എന്ന് വെച്ചാൽ ബാക്ക് ക്യാമറ കൊണ്ടുവച്ചിട്ട് ഞാൻ കബോർഡിലോട്ട് വെക്കാൻ പാടില്ല, ഇങ്ങനെ പൊക്കിയൊക്കെ ഞാൻ അതൊക്കെ എന്റെ മനസ്സിലൂടെ പോയ സാധനമാണ്. ഞാൻ ഇതിൽ കണ്ടു, കാരണം കണ്ണാടിയിൽ കണ്ടുവാണ് ഇവര് എന്ന് വെച്ചാൽ വലിയ സ്ക്രീൻ. ഒരു ഗുണപാഠം എന്താ, വാഷ്റൂമിലും അവിടെ എവിടെയും പോകുമ്പോഴത്തേക്ക് ഫോണും കൊണ്ട് പോവാതിരിക്കുക, ഓഫീസിലെ കോൾ എടുക്കരുത്. അവിടെ നിന്ന് എനിക്കൊരു തിരിച്ചു വരവായിരുന്നു ആ ഒരു സംഭവം. കോള് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു പെട്ടെന്ന് ഓക്കെ ശരി വേറൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്യരുത്. അപ്പൊ ഞാൻ ഇതെങ്ങാണം കണ്ടിട്ട് അവർ പെട്ടെന്ന് അങ്ങ് ക്ലോസ് ചെയ്താണെങ്കിൽ എനിക്കൊരു ഫീലും വന്നു. ഞാൻ പിന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ പലരും പറഞ്ഞു ഇത് തന്നെ സംഭവം എന്ന് വെച്ചാൽ അധികം പേര് കണ്ടതുമില്ല. ഈ പറഞ്ഞ 20 പേരുണ്ടെങ്കിൽ അവർ ഇയാളെ സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എല്ലാവരും ഇയാളെ നോക്കിയിരിക്കുക. 2-3 പേര് നേരെ ക്യാമറ നോക്കുന്നവർ മാത്രമേ, സ്ക്രീൻ നോക്കുന്നവർ മാത്രമേ കണ്ടുള്ളൂ. ബാക്കി എല്ലാവരും ഇയാളെ നോക്കിയിരുന്നോണ്ട് ഞാൻ അത് കണ്ടില്ല. എന്നാലും അത് കണ്ടാലും കുഴപ്പമില്ല.